മുത്തു തങ്ങൾ സുബ്ഹ് നമസ്കാരത്തിന് ഇമാം നിന്നപ്പോൾ കുനൂത്തിന്റെ അവസാനത്തിൽ റബ്ബനഗ്ഫിർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നടത്തിയെന്നും അത് വേണ്ടതില്ല, സ്വലാത്തുകൊണ്ടാണ് കുനൂത്ത് അവസാനിപ്പിക്കേണ്ടതെന്ന് കണ്ണിയത്തുസ്താദ് പറഞ്ഞുവെന്നും വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാരുടെ പ്രഭാഷണത്തിൽ കേട്ടു. ശരിയാണോ? ചില ഇമാമുകൾ കുനൂത്തിൽ റബ്ബനഗ്ഫിർ ചേർത്തിയും ചിലർ ചേർക്കാതെയും വേറെ ചിലർ റബ്ബിഗ്ഫിർ എന്ന് പറഞ്ഞുമൊക്കെ ഇത് നിർവഹിക്കുന്നത് പല പള്ളികളിലും കാണാം. കുനൂത്തിൽ ഏതാണ് ശരിയായ രൂപം? ആരാ മുത്തുത്തങ്ങൾ എന്ന് പറയുന്നത്? അത് മുത്തുത്തങ്ങൾ ഇമാമെന്ന് പോകുന്ന ഏത് മുത്തുത്തങ്ങളാ? ഏനെ മുത്തുത്തങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. വില്യാപ്പള്ളി ഇബ്രാഹിമില് അതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ യാസീൻ മുത്തുക്കോയത്തങ്ങള് ബഹുമാനപ്പെട്ട കണ്ണിയത്തവറുകളുടെ അടുത്ത് ഓതിയിട്ടുണ്ട്. ആ ഓതിന കാലത്തിട്ട് നിസ്കരിച്ചപ്പോൾ അങ്ങനെ വന്നതാണോ ആ സംഭവമാണോ എന്നറിയില്ല. അത് വില്യാപ്പള്ളി ഇബ്രാഹിം മൂല്യരാക്കാ മൂപ്പരെങ്ങനെയാണെന്നുള്ളല്ലോ. ഏതായാലും ആവട്ടെ, എന്ന് പറയുന്ന ഒരു ഭാഗം കുനൂത്തിന്റെ ഭാഗമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് പറയുന്ന ആരുമില്ല. കുനൂത്തിന്റെ ഭാഗമാണ് റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ എന്ന്. കാരണം കുനൂത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മുത്തഫരീദിലുണ്ട്, നൂറുൽ അവസാറിലുണ്ട്, അവിടുന്ന് അങ്ങോട്ട് ഫത്തുൽ മൊയിലുണ്ട്, അവിടുന്ന് അങ്ങോട്ടുള്ള മഹല്ലിയിലുണ്ട്, നിഹായിലുണ്ട്, ദുഹ്ഫിയിലുണ്ട്, വലിയ വലിയ കിതാബിലൊക്കെ ഉണ്ട്. അതിലൊക്കെയും കുനൂത്ത് സ്വലാത്ത് വരെ ഏതുവരെ ഉള്ളൂ? അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നവരെ ആ കുനൂത്ത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ സ്വലാത്ത് നിർവഹിക്കൽ സുന്നത്താവുന്നു എന്നാണ്. ആലിന്റെ മേലും നബിന്റെ മേലും നബിന്റെ സ്വഹബിന്റെ മേലും സ്വലാത്ത് നിർവഹിക്കൽ സുന്നത്താവുന്നു എന്നാണ് എല്ലാത്തിലുള്ളത്. മദ്രസ പാഠപുസ്തകത്തിലൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിലും മറ്റു മദ്രസകളുടെ പാഠപുസ്തകങ്ങൾ ഞാൻ അത്ര ആ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും കേരള സംസ്ഥാന മധ്യവിദ്യാഭ്യാസത്തിന്റെ പാഠപുസ്തകത്തിലുള്ളത് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വരെ പറയുന്നത് കുനൂത്തിന്റെ വാക്കായിരുന്നു. റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ എന്ന് കുനൂത്തിൽ കൊണ്ടുവരുന്നവരുണ്ട്, കൊണ്ടുവരാത്തവരുണ്ട്. അത് വാസ്തവത്തിൽ നമ്മുടെ മദ്ഹബിലെ മഹാനായ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ഇമാം റൂയാനി എന്നവർ തൻ്റെ ബഹർ എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അദ്ദേഹം പറയുന്നത് കുനൂത്തിൻ്റെയും സ്വലാത്തിൻ്റെ ഒക്കെ ശേഷം റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ എന്നൊരാൾ വർദ്ധിപ്പിച്ചാൽ അത് നന്ന്, തരക്കേടില്ല, നല്ലതാകും എന്ന ഒരു വാക്കാണ്. ഇത് ഇമാം റൂയാനി ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെയും റാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ മുമ്പ് പറഞ്ഞതാണ്. റൂയാനി ഇമാം അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ടവരാണ്. നമ്മുടെ മദ്ഹബിലെ പ്രത്യേകം ഗവേഷണം ചെയ്ത് മദ്ഹബിന്റെ നിയമങ്ങൾ പറയാൻ പ്രാപ്തിയുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് അദ്ദേഹം. ഇമാം ഷാഫിഈയുടെ വ്യക്തമായ പ്രസ്താവനകളെല്ലാം കൂടി ലോകത്ത് നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒന്നിച്ച് കരിഞ്ഞു പോവുകയോ മറ്റൊക്കെ ചെയ്താലും ഇമാം ഷാഫിയുടെ നസ്സുകളൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ചൊല്ലിയ മഹാനായ പണ്ഡിതനാണ് മഹാനായ ഇമാം റൂയാനി. അദ്ദേഹത്തിന്റെ ബഹർ എന്ന് പറഞ്ഞ കിതാബില് ഈ അഭിപ്രായം പറഞ്ഞിട്ടും ഇമാം നവവിയോ റാഫിയോ നമ്മുടെ മദ്ഹബ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, തെഹ്രീർ ചെയ്യുന്ന സമയത്ത് അതെടുത്തിട്ടില്ല. മിൻഹാജിലില്ല, മുഹറിലില്ല, മറ്റു കിതാബിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇമാം റൂയാനി പറയുമ്പോഴും ഇത് കുനൂത്തിന്റെ ഭാഗമല്ല. അവർ പറയുന്നത് കുനൂത്തും കഴിഞ്ഞ് സ്വലാത്തും കഴിഞ്ഞ് റബ്ബിഗ്ഫിർ വർഹം എന്നൊരു പ്രാർത്ഥന ഒരാൾ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ് എന്ന് മൂപ്പര് അഭിപ്രായം പറയുന്നത്. സുന്നത്താണ് എന്നോ അത് ഏറ്റവും അതാണ് എന്നോ പുണ്യുണ്ട് എന്നോ അതിൻ്റെ പ്രമാണം ഉണ്ട് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. മൂപ്പരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് പരിഗണിക്കുന്ന ആളുകൾ അത് ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലിയിട്ടുണ്ടാകാം മുത്തുത്തങ്ങൾ. ഒരുപാട് ആളുകൾ അങ്ങനെ ചെല്ലാറുണ്ട്. അത് ചെല്ലുന്നവരാരും ആക്ഷേപിക്കാറില്ല. ആക്ഷേപിക്കുന്നത് വെറുതെയാണ്. ആക്ഷേപിക്കാൻ വകുപ്പില്ല. കാരണം റൂയാനി ഇമാമ് പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കാലോ, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഇമാമാണ്. അതേസമയം കുനൂത്തിന്റെ ഭാഗമായിട്ട് റൂയാനി എന്നവർ തൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശേഷമുള്ളവരാരും അത് പറഞ്ഞിട്ടില്ല. മദ്ഹബിന്റെ എഡിറ്റർമാരായ റാഫി ഇമാമും നവവി ഇമാമും അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫതുഹുൽ മഈനിലും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലും അതില്ല എന്ന നിലക്ക് അത് ചൊല്ലാത്തവരുമുണ്ട്. അത് കുനൂത്തിന്റെ ഭാഗമല്ല എന്ന് എല്ലാവരും ഏകീകരിച്ച് പറയുന്നതാണ്. ചൊല്ലുന്നവർ റൂയാനി ഇമാമിനെ അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ചൊല്ലാറുള്ളത്. റൂയാനി ഇമാമിന്റെ ഈ വാക്ക് നവവി ഇമാമിന്റെയും മറ്റും കാലശേഷം വന്നിട്ടുള്ള ചില ഇമാമുകൾ റൂയാനി പറഞ്ഞു എന്നോട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അർദബീലി തന്റെ അൻവാറിലും മറ്റുമൊക്കെ അങ്ങനെ ഉദ്ധരിച്ചത്.
അത് നബി ഇമാമിൻ്റെ ഒക്കെ ശേഷമുള്ളവരാണ്. എന്നാലും പ്രസിദ്ധമായി നമ്മുടെ നാട്ടിൽ നമ്മൾ സർവ്വതാ ഓതി വരുന്ന പത്തുൽ മൊയിലോ നൂറുൽ അബ്സാറിലോ മുത്തഫരിദിലോ വത്തീതാബിലോ ഒന്നും ഈ റബ്ബി ഉഖ്റു റഹ്മാന്ത ഖൈറുർ റഹീമീൻ എന്ന് കുനൂത്തിന്റെ ഭാഗമായി ഇല്ല. അതാണ് ആ വിഷയത്തിലുള്ള നില. അതനുസരിച്ച് കുനൂത്തിൽ ചൊല്ലാത്തവരുണ്ട്, റൂയാമനമനെ അനുകരിച്ചുകൊണ്ട് ചൊല്ലുന്നവരുണ്ട്. ചൊല്ലുന്നവരെ ആക്ഷേപിക്കേണ്ടതില്ല, ചൊല്ലാത്തവരെ ആക്ഷേപിക്കേണ്ടതില്ല. ഒന്ന് റൂയാനിമാവ് പറഞ്ഞ അനുസരിച്ചാണ്, മറ്റൊന്ന് കുനൂത്തിലില്ല എന്നുള്ള ആൾക്കാണ്. അവസാനം സ്വലാത്ത് കൊണ്ടുവരണം എന്നുള്ള ആൾക്കുമാണ്. അപ്പോ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ശരിയായൊരു വിവരണം ഇങ്ങനെയാണ് ഈ രീതിയിൽ.